Hello everyone, this is Reema and hope you had a great Christmas. ഞാനിന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന 26th ആണ്. സോ ഐ ഹാഡ് എ വെരി ഗ്രേറ്റ് ക്രിസ്മസ് ആൻഡ് അതിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും. സോ ഐ തോട്ട് എൻ്റെ വീട്ടിൽ ചെയ്ത ക്രിസ്മസ് ഡെക്കറേഷൻസിനൊക്കെ കുറിച്ചിട്ട് ഒരു വെരി സ്മോൾ വീഡിയോ ഇടാമെന്ന്. So this was one of the carol that came to our home and ഈ സാന്റാ കുട്ടീസിൻ്റെ എനർജി വാസ് ലൈക്ക് all over the place. Christmas is my favorite time of the year. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട് ഓരോ വട്ടം ക്രിസ്മസ് വരുമ്പോഴും. യൂഷ്വലി നമ്മൾ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ട്രീ നവംബർ സ്റ്റാർട്ടിംഗ് ഒക്കെ വെക്കാറുണ്ട്. ദിസ് ടൈം ക്രിസ്മസിൻ്റെ 2-3 days മുന്നെയാണ് നാട്ടിൽ വരാൻ പറ്റിയത്. സോ ഓൾറെഡി ക്രിസ്മസ് ട്രീ ഒക്കെ പപ്പയും മമ്മിയും സിസ്റ്ററും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. മോർണിംഗിലെ കാഴ്ചകളാണിത്. നമ്മുടെ വീടിൻ്റെ മുന്നിലൊരു പൂമരമുണ്ട്. സോ അതിൽ ഫുൾ സ്റ്റാർസും ഡെക്കറേഷൻസൊക്കെ ഇട്ട് ലൈറ്റ് ഇടണമെന്ന് മമ്മിക്കൊരാഗ്രഹം. സോ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം പോയിട്ട് സ്റ്റാർസും കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ മേടിച്ചു. മീൻവൈൽ മമ്മി എനിക്ക് നമ്മുടെ ഗാർഡനിലെ പുതിയ ഫ്രൂട്ട്സും അല്ലെങ്കിൽ പുതിയ ട്രീൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ്സ് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇത് നമ്മുടെ വീട്ടിലെ ആയൂർ ചക്കയുടെ മരമാണ്. അപ്പം അതിൻ്റെ ട്രങ്ക് അത്ര തിക്കൊന്നുമല്ല, പക്ഷെ നല്ലോണം ജാക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ട് അതിന്. പിന്നെ നമ്മുടെ പെപ്പർ എത്രത്തോളം അടുത്ത സ്റ്റേജ് എത്തി എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ബാംഗ്ലൂരിലാണെങ്കിൽ പോലും നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ പറമ്പിലൊക്കെ നടക്കുമ്പം ഇത്രയും പച്ചപ്പ് കാണുമ്പം മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ഒരു പീസ് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ടോൾ ട്രീസും എത്ര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ നാട് എന്നും നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഓൾമോസ്റ്റ് ആ ട്രീൻ്റെ സെറ്റപ്പൊക്കെ കഴിഞ്ഞു, ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. സോ ദിസ് വാസ് പുൽക്കൂട് സെറ്റപ്പ്. അപ്പോൾ പുൽക്കൂട് സെറ്റിംഗ് പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ വാസ് ഡൂയിങ് ദിസ്. അപ്പം ആളുകളൊക്കെ എവിടെയാണ് എക്സാക്ട്ലി വെക്കേണ്ടതെന്ന് അറിയില്ല, എവിടെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മളത് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ സെറ്റപ്പ് ചെയ്തു. ഉണ്ണീഷോ ആഫ്റ്റർ ക്രിസ്മസ് വെക്കുന്നതായിരിക്കും, ആഫ്റ്റർ ഹിസ് ബർത്ത്. ഇത് നമ്മുടെ വീടിൻ്റെ ഹാൾ, അതായത് ലിവിങ് റൂമിൽ വെച്ചിട്ടുള്ളൊരു ട്രീ ആണ്. നമ്മുടെ വീട്ടിൽ 2 ക്രിസ്മസ് ട്രീസാണുള്ളത്. സോ ഒരു 4.5 feet ഉള്ള 2 ട്രീസാണുള്ളത്. ആൻഡ് ഈ ട്രീസ് വന്നിട്ട് ഐ തിങ്ക് 20 അല്ലെങ്കിൽ ഒരു എനിവേ അബവ് 16 years ആയിട്ടുള്ള ട്രീസാണ്. നമ്മൾ പണ്ട് അബുദാബിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള, അവിടെ നിൽക്കുമ്പം മേടിച്ചിട്ടുള്ള ട്രീ ആണ്. പക്ഷെ അത് ഇറ്റ്സ് വെരി ഗുഡ് ക്വാളിറ്റി, ഇപ്പോഴും നല്ല കണ്ടീഷനിൽ തന്നെ ഉണ്ട്. പിന്നെ അതിന് താഴെ നമ്മുടെ കയ്യിലുള്ള കുട്ടി ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത്. ആൻഡ് ഇത് ഞാൻ തന്നെ DIY ചെയ്തിട്ടുള്ളൊരു ക്രിസ്മസ് സംഭവമാണ്, ഒരു ഫിഷ് ബോളിൽ. ഇതെല്ലാം നമ്മൾ തൃശ്ശൂർ ഫെജീസിൽ നിന്ന് മേടിച്ചുള്ള, എല്ലാമല്ല ആ ലാസ്റ്റ് കണ്ട സ്നോമാനും ആ ക്രിസ്മസ് ഹോമും ഫെജീസ് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചുള്ളതാണ്. ആൻഡ് ദാറ്റ് സ്നോ ഗ്ലോബ് വാസ് ബോട്ട് ഫ്രം കാനഡ. പിന്നെ ഇതൊരു കുട്ടി ക്രിസ്മസ് ട്രീ ആണ്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഞാൻ റാൻഡംലി ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം ദിസ് ട്രീ വാസ് under 200 rupees. അപ്പോൾ ഐ തോട്ട് ഇറ്റ്സ് എ സ്റ്റീൽ ഡീൽ. സോ നമ്മുടെ DIY ട്രീ ഫുൾ സെറ്റപ്പ് ചെയ്ത് ലൈറ്റൊക്കെ ഓണായി. ഇറ്റ് ലുക്ക്ഡ് റിയലി ഗുഡ്. ആ എൻറ്റയർ ഏരിയ അത് ലിറ്റപ്പ് ചെയ്തു. ആൻഡ് ഭയങ്കര ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഹാഡ് ഓൾ ദ പേപ്പർ സ്റ്റാർസ്. നമ്മുടെ വീടിൻ്റെ മുകളിൽ പിന്നെയും LED സ്റ്റാർസ് ആയിരുന്നു. പക്ഷേ ആ ട്രീ ഫുൾ പേപ്പർ സ്റ്റാർസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡെക്കറേറ്റ് ചെയ്ത രീതി.
ഈ ഗോൾഡൻ സ്ട്രിങ് ലൈറ്റ്സും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ്. So that was all about our Christmas decorations at home. Thank you so much for watching and hope you have a great year ahead.